ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കറങ്ങാൻ പോയിട്ടുണ്ട്. ബീച്ചിലേക്കാണ് കറങ്ങാൻ പോയിരിക്കുന്നത്. കാഞ്ഞിരപ്പുഴ ഡാമിലാണ്. നല്ല പച്ചപ്പ് പിടിച്ച സ്ഥലമാണ്. ഇതുവരെ എവിടെയും ടൂറൊന്നും പോയിട്ടില്ല. പക്ഷെ അവർ പോവാന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് വന്നതാണ്. നമ്മൾ പണിയുണ്ട്, വീടുണ്ട്, വേറെ എവിടെയും പോവില്ല. ഇതാ ഡാം തുറന്നിട്ടുണ്ട്. 3 ഷട്ടറാണ് ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതാ കണ്ടില്ലേ, ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. ഇതാ വലിയൊരു മലേൻ്റെ മുകളിലൊക്കെ നിറയെ വീടുകളുണ്ട്. പച്ചപ്പ് പിടിച്ച സ്ഥലമാണ്. നല്ല മഴയാണ്. മഴയായതുകൊണ്ട് ഡാം നിറച്ച് വെള്ളമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഡാം നിറഞ്ഞ് നിൽക്കുമ്പോൾ. ഇതാ കുറേ ദൂരം ഇനിയും നടക്കാനുണ്ട്. പക്ഷെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പ് ഉണ്ട്. അങ്ങോട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും ഒരാൾക്ക് നടന്നാൽ മതിയായി. പനിയാണ്, അതുകൊണ്ട് നടന്നാൽ മതിയായപ്പോൾ അവിടെ ഇരുന്നു. അപ്പം ഞങ്ങളിനി തനിച്ച് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും അങ്ങോട്ട് പോയില്ല. അങ്ങനെ കറങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. അതൊന്നും എടുത്തില്ല. തിരിച്ച് വരുന്ന വഴിയാണ്. എന്താ വീട്ടിൻ്റെ അടുത്ത് എത്താനായി. ഇത് ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ്. ഞാൻ കഴിച്ചില്ല മുഴുവൻ. ഒരു ബിരിയാണിയാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്കത് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ പകുതി ഞാൻ പാഴ്സലാക്കി അത് വീട്ടിൽ കൊണ്ടുവന്നു. മോൾക്ക് കൊടുത്താണ്. പിന്നെ വൈകിട്ട് മുട്ടക്കറിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കി. മുട്ടക്കറി ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് വന്നത്. പക്ഷെ ചെയ്യാനൊന്നും വയ്യ. എന്നാലും അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് മുട്ടക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി. പുറത്ത് നല്ല മഴയാണ്. തണുത്ത് ഉറച്ചിരിക്കണൊക്കെ ഉറവെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ മുറ്റത്തൂടെ ഉറവെടുത്തുകൊണ്ട് ഇതാ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി റെഡിയായി. നമുക്കിനി ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് ആ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ആ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. ആ കുഞ്ഞു മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തു. കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാനും കഴിച്ചു. എനിക്ക് വേണമെന്നില്ല, എന്നാലും ഞാനും കഴിച്ചു. വീഡിയോ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.